അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞങ്ങളുള്ളത് രാജസ്ഥാനിൽ നമ്മളെ അജ്മീർ ദർഗ സിയാറത്തുമായി ബന്ധപ്പെട്ടെത്തിയതാണ്. ഞങ്ങളൊരു 5-8 ദിവസത്തോളമായി ഒരു യാത്രയിലാണ്. ഡൽഹിയിലും UP-യിലും ഒക്കെയായി ഉള്ള യാത്രയിൽ ഇന്ന് ഞങ്ങൾ അജ്മീറിലാണ്. അജ്മീറിൽ നമ്മൾ ദർഗയൊക്കെ സന്ദർശിച്ച് താരാഘട്ട് മല, അതുപോലെ തന്നെ സൽവാർ, മറ്റുള്ള ഭാഗങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനിടയിൽ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ഒട്ടക സവാരി ഉണ്ട്. ഒരു പ്രത്യേക എക്സ്പ്ലോറിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ വിദേശികളാണിത് കൂടുതൽ ഒക്കെ അവരാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. കാരണം അവരുടെ നാട്ടിലിപ്പോൾ ഞങ്ങൾ യാത്രാമധ്യേ ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടു. പാശ്ചാത്യ നല്ല ഇംഗ്ലീഷുകാരനെ നല്ല ഹാപ്പി ആയിട്ട് വളരെ സന്തോഷപ്പെട്ടിട്ടാണ് അയാളെ യാത്ര ഒട്ടക സവാരി നടത്തുന്നത്. അപ്പോൾ നമ്മളെ നാട്ടുകാരൊക്കെ ഇത് വന്നിട്ട് ഈ വലിയ എമൗണ്ടൊക്കെ പറയണേക്കുമ്പോൾ അവർ നമ്മൾ ബാർഗെയിൻ ചെയ്യാതെ നമ്മൾ തിരിച്ച് പോകും. പക്ഷേ ഇന്ന് ഞങ്ങൾ ഒരിക്കലും ഈ ഒരു യാത്ര പ്രതീക്ഷിക്കാത്ത യാത്ര അത് സാധ്യമാക്കിയത് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ ഈ യാത്രയിലെ 8-9 ദിവസമായി ഞങ്ങളെ ലീഡ് ചെയ്യുന്ന, അതായത് കൃത്യമായും ഹിന്ദി കൃത്യമായി 100% കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, പ്രവാസി എന്നുള്ള നിലയ്ക്ക് കൃത്യമായി തന്നെ ഹിന്ദിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൃത്യമായും ബാർഗെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നമ്മളുടെ ഒരു ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും നല്ല ഒരു ബഡ്ജറ്റിൽ നമ്മൾ റൂമുകളാണെങ്കിലും മറ്റ് വാഹനങ്ങളാണെങ്കിലും ഇതുപോലുള്ള പ്രത്യേകിച്ച് ഇന്ന് ലഭിച്ച ഈ ഒരു സംഭവം ഒട്ടക സവാരി ആണെങ്കിലും വളരെ കൃത്യമായി ഡീൽ ചെയ്ത് വേണ്ട രൂപത്തിൽ വളരെ ചെറിയ ബഡ്ജറ്റിലാക്കി ഞങ്ങളെ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട റസാഖ് ഭായി, അദ്ദേഹം ആണ് ഇന്നത്തെ ഞങ്ങളുടെ ഇതുവരെ ഞങ്ങളെ ലീഡിങ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒട്ടക സവാരിയുടെ കാര്യങ്ങൾ, അത് ലീഡ് ചെയ്തതിൻ്റെ വിഷയങ്ങൾ, ഇവിടെ ഡൽഹി അജ്മീർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ സന്ദർശിക്കണം, അതോടൊപ്പം തന്നെ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഇതുപോലുള്ള അജ്മീറൊക്കെ വന്ന് സിയാറത്ത് ചെയ്ത് മാത്രമാണ് പോയാൽ ഇവിടെ ഇങ്ങനെ രാജസ്ഥാനിൽ ഇതൊക്കെ നമ്മളെ മമ്മൂട്ടി പറയുന്ന പോലെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റില്ല പറഞ്ഞ മാതിരി മണൽ പ്രദേശങ്ങളിൽ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് ആ കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ ഇതുപോലുള്ള ഒരു എക്സ്പ്ലോർ കിട്ടുന്നത് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. ഇന്നത്തെ യാത്രയിൽ പ്രിയപ്പെട്ട അഷ്റഫ് ബാക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 8-9 ദിവസമായിട്ട് ഡൽഹിയിലും അതുപോലെ തന്നെ UP-യിലും ഇന്ന് രാജസ്ഥാനിലുമാണ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഒരു എക്സ്പ്ലോറിങ് നമ്മൾ റസാഖ് ഭായി പറയും. അദ്ദേഹത്തെ ആദരവും ക്ഷണിക്കുകയാണ്. एक मिनट भैया, एक मिनट थोड़ा तक फोटो लेना है। ഇന്നത്തെ ഞാൻ സൂചിപ്പിച്ചു ഒട്ടക സഫാരിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പ്ലോറിങ്ങാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും അതിൽ നമ്മളെ സുഹൃത്തിനെ വീഡിയോയിൽ വരുന്നതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഒട്ടക സവാരി ഇന്നത്തെ യാത്രക്ക് ആദ്യം ഈ ടീം പറഞ്ഞത് 2500 രൂപയാണ്. പക്ഷെ അത് ബാർഗെയിൻ ചെയ്ത് ഇന്നത്തെ യാത്ര 800 രൂപയിലെത്തി 4 പേർക്ക്. അവർ 2500 രൂപ പറഞ്ഞത് 800 രൂപയിലെത്തി. അപ്പോൾ അത് വളരെ ഭംഗിയായി ഈ ഒരു യാത്ര വളരെ ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള രാജസ്ഥാനിലേക്ക് പ്രത്യേകിച്ച് അജ്മീറിലൊക്കെ വരുന്ന ആളുകൾ ഇതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വളരെ ഭംഗിയായി നിങ്ങൾ ആസ്വദിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ ഇവരെ രാജസ്ഥാനി ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ ഇവിടെ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഡ്രസ്സുകളിട്ട് ഫോട്ടോ എടുക്കാൻ അവരെ രാജസ്ഥാന് രൂപത്തിലുള്ള ഫോട്ടോ എടുക്കുന്ന ആ ഡ്രസ്സുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് എടുത്ത് ഫോട്ടോ എടുപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും എല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭംഗിയായി നിങ്ങളൊക്കെ ആസ്വദിക്കാൻ എത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇനിയും ഇതുപോലുള്ള
വളരെ ശ്രദ്ധേയമായ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.